ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കിച്ചണിൽ കയറാൻ എനിക്ക് കുറച്ചധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മുടെ കിഡ്നി ബീൻസ് അഥവാ രാജ്മ എന്നൊക്കെ പറയുന്ന ഐറ്റം ഇല്ലേ, അത് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത് വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവർക്കും ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, രാജ്മ ചാവലില്ലേ, അതാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാനും ഇതിലേക്ക് എത്തിയത്. സംഭവം കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസിപ്പി തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ആക്കാം. അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ഈവനിങ് സ്നാക്കിനുള്ള പരിപാടിയാണ് കേട്ടോ. പണ്ട് മുതലേ എനിക്ക് ഈ ഒരു കോളിഫ്ലവർ നന്നാക്കുമ്പോഴുള്ളൊരു പേടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു പച്ച കളറിലുള്ള ചെറിയ പുഴുക്കൾ, പക്ഷെ പേടിയാണെങ്കിലും നന്നാക്കി എടുക്കാൻ മടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേഗം ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ കുട്ടികളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് അങ്ങനെ നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തതിന് ശേഷം ചൂടുള്ള വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രാജ്മ കറി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ബട്ടറിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് റെസിപ്പി വീഡിയോ തരാമെന്ന്. ലാസ്റ്റായിട്ട് ബട്ടർ അതിട്ട് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറും കൂടെ അവസാനമായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ.